കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. വലിയ തിരക്ക് എന്ന് പറയാനില്ല, ചെറിയ തിരക്ക് തന്നെയാണ്. തിരക്കുണ്ട്, തീരെ തിരക്കില്ലായ്മയല്ല, എന്നാലും ഒരു മനസ്സിന് സുഖമുള്ള ദർശനമാണെന്ന്. കാരണം എന്താ വെച്ചാൽ സോപാനം വഴിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ മണ്ഡപത്തുനിന്ന് ഒരു വട്ടം തൊഴാം, നമുക്ക് ഇവിടുന്ന് തൊഴുത ഉടനെ ഒന്നുകൂടി തൊഴാം. അത് കഴിഞ്ഞ് സോപാനത്തിലെത്തുമ്പോൾ മനസ്സമാധാനമായിട്ട് ഒന്നുകൂടി തൊഴാം. എന്നാൽ അത് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിർത്തി തൊഴിപ്പിക്കൊന്നുമില്ല. എന്നാലും നമ്മളെ സംബന്ധിച്ച്, അതായത് ഭക്തരെ സംബന്ധിച്ച്, ഒരു നോക്ക് കാണുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ രണ്ട് നോക്ക് കാണാൻ. അതുകൊണ്ടുള്ളൊരു സുഖമാണ്. എല്ലാ ഭക്തരുടെയും മുഖത്തൊരു തെളിച്ചുണ്ട്, കണ്ട് മനസ്സ് അറിഞ്ഞ് കണ്ട പോലെ ആണ്. വളരെ മനോഹരമായിട്ടാണ് ഇന്നത്തെ കാര്യം. ഉച്ചപൂജ കഴിഞ്ഞാലും സാധാരണഗതിയിൽ തിരക്കുണ്ട് എന്ന് വെച്ചാൽ ഏകാന്തമാവും. പക്ഷെ ഇന്ന് അതിന് ശേഷം നേരെ സോപാനം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് ആലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഇങ്ങനെ വരാം. ആ ഗരുഡൻ്റെ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ വന്നിട്ടുള്ള അത്തിമര ഗണപതിയെ കണ്ട് തൊഴുത് പിന്നെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആ ബലിക്കല്ലിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിൻ്റെ പീഠം ഒന്ന് കണ്ട് തൊഴാം. അതേപോലെ വലതേ സൈഡിലുള്ള നരസിംഹാവതാരം കാണിച്ച തൂണൊന്ന് നോക്കി തൊഴാം. എന്നിട്ട് നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് മൊത്തത്തിൽ ആഹ്ലാദം ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. നല്ല രസമായിട്ടുള്ള കാഴ്ച. മത്സ്യത്തിൻ്റെ അവതാരം കേട്ടോ. ആ മത്സ്യത്തിൻ്റെ ആ ഒരു വാലിൽ നിന്നിങ്ങനെ നോക്കി തുടങ്ങാം, പിന്നെ അര വരെ. അതിനുശേഷം നമ്മളെ മഹാപ്രഭുവായിട്ട് ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി മഹാപ്രഭുവായിട്ട് മത്സ്യരൂപാവതാരിയായിട്ടാണ് ഇന്ന് ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ആ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ ആ കിരീടം വെച്ചിട്ടുണ്ട്, ശംഖ് ചക്രമൊക്കെ കാണാണ്ട്, ഗദാപത്മത്തോടു കൂടി പത്മം ഒരു താമരയാണ്. നന്നായിട്ടുള്ള അലങ്കാരം, നല്ല രസമായിട്ട് തന്നെ. ആ തിരുമുടിമാല അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ വലിയ ഉണ്ടമാല ഉണ്ട് ചാർത്തിയിട്ട്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് നന്നായിട്ടുള്ള അലങ്കാരം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് തന്നെ, അതായത് ഒറിജിനലായിട്ട് നമ്മൾ സോപാനപ്പടിയിൽ തന്നെ നിന്ന് തൊഴുകയാണ് എന്നങ്ങോട്ട് വിചാരിക്കുക. എല്ലാവരും ഇന്ന് അങ്ങനെയാണ് തൊഴുന്നത്. അപ്പോൾ അങ്ങനെ തൊഴുതോളൂ. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ അലങ്കാരങ്ങളാണ് ഈ കാണുന്നത്. മത്സ്യാവതാര രൂപിയായിട്ട് അങ്ങനെ വിളങ്ങുകയാണ് ആ ശ്രീലകത്ത്. എന്താ ഒരു രസമെന്നറിയോ. ഭക്തരെ എല്ലാവരും അനുഗ്രഹിച്ച് ഭക്തർക്ക് എല്ലാവർക്കും ആ അനുഗ്രഹം പ്രദാനം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ആരെയും ഒഴിവാക്കില്ല, എല്ലാവർക്കും അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുത് പതുക്കെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലേക്ക് നോക്കി തൊഴുതു. തെടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. അതുപോലെ ശ്രീകോവിലിൻ്റെ ആ ചുമരിലേക്ക് നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ വരുന്നത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ അതേപോലെ ഗണപതിയുടെ അടുത്തേക്ക് വരിക. ഗണപതിയുടെ അടുത്ത് നിന്ന് കളഭാലങ്കാരമൊക്കെ ആയിരുന്നു. നന്നായിട്ട് ചന്ദനമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് ഇങ്ങനെ. അതേപോലെ ചുവന്ന ഒരു തെച്ചിയും തുളസിയൊക്കെ ആയിട്ടുള്ള മാലകൾ ധാരാളമുണ്ട്. നല്ല അലങ്കാരമായിട്ട് പുറത്തുള്ള ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ നല്ല രസം. അവിടെ തൊഴുത് ആ സരസ്വതി ദേവീനെ കണ്ട് തൊഴാം. സരസ്വതി ദേവിയുടെ അടുത്തൊരു മാല മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ കണ്ട് തൊഴുക. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മൾ ആ കോർണറിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ മായാദേവീനെയൊക്കെ കണ്ട് തൊഴുത്, അതായത് ചെറിയ ഗണപതിയുടെ വിഗ്രഹത്തിന് എത്തുന്നതിന് മുന്നേ മായാദേവിയുടെ ആ ഒരു വിഗ്രഹമുണ്ട്.
അത് കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ ധാരാളം വിഗ്രഹങ്ങളുണ്ട്. ഓരോന്നോരോന്നായി പറയുമ്പോൾ നമ്മൾ ഒരുപാട് സമയമാവും. അപ്പോൾ അതിരിക്കും നല്ലത് അത്യാവശ്യം വേണ്ടതൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ പോരാം. അത് കഴിഞ്ഞാൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി ഇരിക്കുന്നിടത്ത് ഇന്ന് ഉച്ചപൂജ ഉണ്ടാകുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കാവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. ഇന്നത്തെ കളഭാലങ്കാരം, മത്സ്യാവതാരത്തിൻ്റെ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് കക്കാട് സുനിലോദിക്കനാണ്. നന്നായിട്ടുള്ള അലങ്കാരം. അപ്പോൾ അദ്ദേഹം സുനിലോദിക്കൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ വാമനാവതാരം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അലങ്കാരം കാണാം. അതും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്താ പറയുക, മഹാവിഷ്ണു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നെ അനന്തപത്മനാഭസ്വാമീനെ, ആ ബ്രഹ്മാവിൻ്റെ കഴുത്തിൽ നല്ല മാല ഉണ്ട്. ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചെണ്ടുമല്ലിയുണ്ട്, തെച്ചിപ്പൂ കൊണ്ടുള്ള വലിയ മാലകളുണ്ട്, വളരെ വളരെ റോസാപ്പൂവിൻ്റെ മാലകളുണ്ട്. റോസാപ്പൂ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്ന് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് മൊത്തത്തിൽ നല്ല മാലകളൊക്കെ ചാർത്തിയിട്ട് മുകളിൽ അങ്ങനെ വിധാനമായിട്ട് താമരമാലയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് നമ്മൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്ന് കണ്ടിട്ട് നേരെ നമ്മൾ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് മാലകൾ കൊണ്ട് അങ്ങോട്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല, അത്രയ്ക്കും മാലകൾ. ആ മുഖം മാത്രമേ കാണാനുള്ളത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ. ബാക്കിയൊക്കെ തുളസി മാലകൾ നിറഞ്ഞെണ്ണു. അത്രയും മാലകളാണ് എല്ലാവരും കൊണ്ടുവന്ന് ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞ് മുരുകനെ കണ്ട് തൊഴാം. പിന്നെ പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒന്ന് വരുമ്പോൾ എന്താ വെച്ചാൽ കുങ്കുമമുണ്ട്, പിന്നെ എഴുതിയ ലിഖിതമാല ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. കുങ്കുമം ധാരാളമുണ്ട്, ലിഖിതമാലയും വെച്ചിട്ടുണ്ട്. വേറെ മാലകളൊന്നും കാണാനില്ല. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. പിന്നെ കാളിയമർദ്ദനത്തിൻ്റെ രൂപമുണ്ട്, അതും കണ്ട് തൊഴാം. വെണ്ണക്കണ്ണൻ്റെ അതൊക്കെ കണ്ട് തൊഴാം. അവിടെ ആ ഭാഗം അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഓവിൻ്റെ അവിടെ വന്നിട്ട് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അവിടെ നിന്ന് ലേശം പടിഞ്ഞാറോട്ട് മാറിയ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. പിന്നീട് കിഴക്ക് വശത്തെ ഗ്രില്ലിൻ്റെ അവിടേക്ക് നോക്കിയാൽ അവിടെ ചെന്ന കിണർ കാണാം, മണിക്കിണർ. അതേപോലെ ആ നൃത്തറ കാണാം. നൃത്തറയിൽ കെടാവിളക്ക് ഇങ്ങനെ കത്തിരിക്കണം. ഇന്ന് അവിടെയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ആൾക്കാർക്ക് കയറി ചെല്ലാം. ഓവിൻ്റെ അവിടെ വന്ന് നോക്കിയാലേ നേരെ ആ കൊടിമരം കാണാം കേട്ടോ. കൊടിമരത്തിൻ്റെ ആ മുകളിലത്തെ ഗരുഡധ്വജനെയും കാണാം. സുഖമായിട്ട് അവിടെ നിന്ന് കണ്ട് തൊഴാം ശരിക്കും ഓവിൻ്റെ അവിടെ കേട്ടോ. വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൊണ്ടു നേരെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് അനന്തൻ്റെ സംരക്ഷണത്തിൽ വസുദേവരെ കണ്ണനെ കൊണ്ടുപോകുന്ന ആ കുടക്കീഴിൽ അനന്തൻ കുടയിട്ട് ഉള്ള ആ ഒരു രൂപത്തിൽ കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ വന്നാൽ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തിയ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് തൊഴാം. ഇന്ന് ഭഗവതിയുടെ അവിടെ ഗോളക ഇറക്കിയുണ്ട് മുഖത്ത്. ചുവന്ന പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല ചുവന്ന പൊട്ടും വെച്ചിട്ടുണ്ട്. നല്ല നന്നായിട്ടുള്ള അലങ്കാരം. അപ്പോൾ എല്ലാവരും കിരീടത്തിന് മുകളിലോട്ട് താലി ചാർത്തിയിട്ടുണ്ട് ഏതോ ഒരു ഭക്തൻ. അപ്പോൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ദേവിക്ക് താലി ചാർത്തിയിട്ടുണ്ട്. ആ താലി ഇങ്ങനെ വേറെ കാണാണ്ട്. അത് നല്ല താലി തന്നെയാണ്, നല്ല രസമായിട്ടുള്ള ആ ഒരു താലി. അപ്പം അതൊരു കാഴ്ച നന്നായിട്ടുണ്ട്. അപ്പോൾ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. താലി വഴിപാടൊക്കെ നല്ലതാണ്. കാര്യസാധ്യത്തിന്, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങാനും അതുപോലെ ദാമ്പത്യ സൗഖ്യത്തിനൊക്കെ താലി വഴിപാട് ഭഗവതിക്ക് നേരുന്നതും ചാർത്തുന്നതും നല്ലതാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ അത് ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് എന്തായാലും ദേവിയെ തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. പിന്നെ നമ്മൾ ആ കോർണറിലെത്തിയാൽ ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ ഒക്കെ കാണാം. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് അവിടെ പോയി ദർശനം കിട്ടിയ പോലെ നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ അവിടുത്തെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരാം. ഇന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ രൂപത്തിൻ്റെ അവിടെയൊക്കെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ചിലവർ ആൾ രൂപം എടുത്തേക്കണു, ചിലവർ ഓരോന്ന് ചോദിക്കണു ഏതാണ് എന്താണെന്നൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മഞ്ചാടിക്കുരു വാരുന്ന അവിടെ കുറച്ച് ആളുകൾ തന്നെ ഉള്ളൂ. കുറച്ച് കുട്ടികൾ മഞ്ചാടി വാരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നെയ്വിളക്ക് കത്തിക്കണതും കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. ഇന്ന് തിരക്കില്ലാത്തത് തന്നെ കാരണമേ. അപ്പോൾ അത് അവിടെയൊക്കെ കണ്ടു. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. കാരണം അകത്തേക്ക് പോകാൻ പറ്റാത്തവരും പോയിട്ട് തിരിച്ച് പിന്നെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാനെ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ, അപ്പോൾ ഒന്നുകൂടി കാണട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളും ഒക്കെ കൊടിമരത്തിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഒന്നുകൂടി ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഭഗവാന്റെ ആ മത്സ്യാവതാര രൂപം കാണാം. അതിന് ശേഷം നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. കൂത്തമ്പലത്തിൻ്റെ അവിടെ ആ കിടാവിളക്ക് കത്തി നിൽക്കണു. പിന്നീട് നമ്മൾ കാണുന്നത് നേരെ അയ്യപ്പൻ്റെ അവിടേക്കാണ്. അയ്യപ്പൻ്റെ അവിടെ വരുമ്പോൾ ഇന്ന് പീലി കാണാനില്ല, ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് സാധാരണ മാതിരി തന്നെ അയ്യപ്പസ്വാമി ആയിട്ട് തന്നെ കേട്ടോ. എന്താണ് ആവപ്പോൾ എന്തായാലും ഒരാഴ്ചയോളമായിട്ട് എന്നും പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ട് പൊന്നോടക്കോയിലൊക്കെ വെച്ച് ഉണ്ണിയായിരുന്നു. ഇന്നിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് അയ്യപ്പസ്വാമി തന്നെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ വന്ന പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. പിന്നെ കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ ആ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്ന് ആ രുദ്രതീർത്ഥത്തെ തൊഴാനായിട്ട് പോവാം. രുദ്രതീർത്ഥത്തെ വലം വെക്കണം. അതിനായിട്ട് നമ്മളിങ്ങനെ പോവാം. അപ്പം ഇന്ന് പ്രസാദകോട്ടൻ്റെ അവിടെ ആളുകൾ കമ്മിയാട്ടോ. അങ്ങനെ നമ്മൾ നാരായണാലയത്തിൻ്റെ അവിടെ വന്നു. അവിടെ ഒന്ന് പൂന്താനം പൂജിച്ച വിഗ്രഹവും മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുതു. പിന്നീട് നമ്മൾ നേരെ ഭഗവതിയുടെ അവിടെ വന്ന് തൊഴുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അപ്പോൾ ആ വിളക്കിങ്ങനെ നിറഞ്ഞ് കത്തുന്ന വിളക്കിങ്ങനെ കാണാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ ആ കൂവളത്തിനെ കാണാം. കൂവളത്തിനെ കണ്ട് തൊഴാം. മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കിട്ടാനായിട്ട് വേണ്ടി പ്രാർത്ഥിച്ച് കൂവളത്തിനൊന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളവാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. വളരെ മനോഹരമായ ദർശനമായിരുന്നു. സോപാനം വഴി തന്നെ ആവാൻ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വരുന്ന ഭക്തർക്കൊക്കെ അത് അനുഗ്രഹമാവും. ഇനി നമുക്ക് ആ ഒരു കഥ, ചെറിയൊരു കഥ തുടങ്ങാം. നമ്മൾ ഇന്നലെ വില്യമംഗലത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട്. ഇന്ന് നമ്മളെ കുറൂരമ്മേനെ പറ്റിയിട്ടാണ്. ആ കുറൂരമ്മ എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ആദ്യം തൊട്ടിട്ടുള്ളൊരു വളരെ ഭക്ത ആയ അമ്മ. അമ്മയുടെ കഥ എത്ര പറഞ്ഞാലും മതിയാവില്ല, കേട്ടാലും മതിയാവില്ല എന്നുള്ള. ഏകദേശം ഇവരൊക്കെ വില്യമംഗലവും കുറൂരമ്മയും ചെമ്മങ്ങാട്ട് തമ്പൂരിയൊക്കെ ഒരേ സമയത്ത് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഗൗരി എന്നായിരുന്നു, അറിയാലോ, ഗൗരി എന്നായിരുന്നു കുറൂരമ്മയുടെ പേര്. അവർക്ക് 15 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് പാലക്കാട്ട് നിന്ന് നേരെ കുറൂരേക്ക്, അടാട്ട കുറൂരത്തേക്ക് അവിടുത്തെ മൂത്ത തമ്പൂരി 2ാം വേളിയായിട്ട് കൊടുന്നത്. അവിടെ വലിയ താല്പര്യത്തോടെ തന്നെ കൊടുന്നു. അതിൻ്റെ വരുമ്പോൾ, അതായത് സ്വന്തം അച്ഛൻ അവിടുന്ന് ഒരു ബാലഗോപാലൻ്റെ പ്രതിമയൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പോൾ അതായിട്ട് കൊടുന്നു. ഇവിടുത്തെ ഭർത്താവിൻ്റെ അച്ഛൻ, നമ്പൂരിയുടെ അച്ഛനും അതിന് വിരോധമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ പൂജാമുറിയൊക്കെ ബാലഗോപാല പ്രതിമയൊക്കെ വെച്ചിട്ട് നിലവിളക്ക് കൊളുത്തി നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് ജൈവ ചൈതന്യം വരുത്താൻ ഗൗരിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാനെ കൺമുമ്പിൽ കണ്ട മാതിരിയാണ് ഗൗരി ബാലഗോപാലനോട് സംസാരിച്ചിരുന്നൊക്കെ. അപ്പോൾ അടുത്ത ബന്ധുക്കളൊക്കെ കഴിയുക അന്യ പുരുഷന്മാരെയൊന്നും കാണാൻ ഇല്ലത്ത് അകത്തളത്തിൽ ഇരുണ്ട ഇടനാഴിയിൽ കഴിഞ്ഞു പോന്ന ഗൗരി അന്തർജനത്തിന് ഇല്ലായിരുന്നു.
കുറൂരിലെത്തി ചെന്നപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായി. ഒരിക്കൽ അച്ഛനോടൊപ്പം ഒരു അന്യോണിന് പോയപ്പോഴാണ് കുറൂരിലത്തെ അച്ഛൻ നമ്പൂതിരിയെ ഗൗരി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഗൗരിയെ കണ്ടപ്പോൾ ആ അച്ഛൻ നമ്പൂതിരിക്ക് വളരെ താല്പര്യമായി തൻ്റെ മകനെ അതിൻ്റെ വേളി ഏൽപ്പിക്കാമെന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ കുറൂരിക്ക് വന്നത്. ആ കൊച്ചു പെൺകുട്ടി എന്താ വെച്ചാൽ 15 വയസ്സെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടിക്ക് ഈ പറഞ്ഞ മാതിരി പക്ഷേ ആധ്യാത്മിക രംഗത്തുള്ള ഒരു അത് അലൗകിക അത് ഒരു പ്രത്യേക ചൈതന്യം കണ്ടപ്പോഴാണ്. അങ്ങനെ കുറൂരം ഇല്ലത്തേക്ക് വന്നു. പക്ഷെ അവിടെ എന്താ വെച്ചാൽ അവിടെ സമ്പൽ സമൃദ്ധിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് പ്രായമായാലും കുഴപ്പമില്ല, തൻ്റെ കുട്ടി രക്ഷപ്പെടുമല്ലോ എന്നാണ് ഗൗരിയുടെ അച്ഛൻ വിചാരിച്ചത്, അച്ഛൻ നമ്പൂരി. കാരണം അവർക്ക് അത്ര സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ അടാട്ടാണെങ്കിലോ വളരെ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ്. പാലക്കാട്ടെ പുറയന്നൂർ മനയാണ് ഈ ഗൗരിയുടെ വീട്. അങ്ങനെ അവിടെയൊക്കെ ക്ഷയിച്ച് തുടങ്ങുന്ന കാലമായിരുന്നു. അപ്പോൾ അവരച്ഛനമ്മമാരുടെ കാലം കഴിഞ്ഞാലേ ഗൗരി തനിച്ചാവുമല്ലോ വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തത്. അവിടെ ചെന്ന് കയറിയ സമയത്തൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. മൂത്ത ആളായിട്ടാണ്, 15 വയസ്സേ ഉള്ളൂ വെച്ചാലും മൂത്ത ആളായിട്ടാണ് അവിടെ. പക്ഷേ അവിടുത്തെ കാര്യം അടുക്കളയിൽ പാകം ചെയ്യലൊക്കെ വളരെ കാര്യമായിട്ടാണ്. പെട്ടെന്ന് പാകം ചെയ്യും, അങ്ങനെയൊക്കെയുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഗൗരി കണ്ണന് പാലും പഞ്ചസാരയും ഒക്കെ നേദിക്കും, പാൽപ്പായസമൊക്കെ നേദിക്കും. ജീവിതാന്തം വരെയും കുറൂരമ്മ ഭഗവാന്റെ നിവേദ്യങ്ങൾ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഭഗവാന് നിവേദിച്ച അത് മാത്രമാണ്, ആ പ്രസാദം മാത്രമാണ് കുറൂരമ്മ കഴിച്ചിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ അടുക്കളയിലെത്തിയാൽ പിന്നെ മറ്റുള്ളവരൊക്കെ വെറും തന്നെ കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതി. എല്ലാ പണിയും ഗൗരി ചെയ്യും. അതൊരു മാന്ത്രിക സ്പർശമുള്ള പോലെ എല്ലാവർക്കും തോന്നും. പക്ഷേ ഒരാൾക്കല്ല, കുറച്ച് ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ട്. അതായത് ഇങ്ങനെ ഇപ്പോൾ വന്നൊരു പെണ്ണ് നമ്മളെ ഭരിക്കാനാവുക എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ പഴയ ആൾക്കാർക്കൊരു എന്താ പറയുക, കുശുമ്പൊക്കെ വരില്ലേ. അതൊക്കെ ഇങ്ങനെ വന്ന് ഈ കുട്ടീനെ പറ്റിയിട്ട് വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കും. അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഗൗരി നേരത്തെ 3:30 വെളുപ്പിനെ എണീച്ച് കുളിക്കാനും ഇതിനൊക്കെ പോകും. അപ്പോൾ വേറെ ആളുകളായിട്ടുള്ള പരസ്ത്രീ ബന്ധമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടേ പരപുരുഷന്മാരെ പ്രാപിക്കാവുന്ന നടക്കുകയാണ്. കാരണം വയസ്സാൻ നമ്പൂരിയല്ലേ, നമ്പൂരിയാണെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. ആള് ജീവിതം ഇങ്ങനെ സപ്താഹം അതേപോലെ ദീർഘദൂര യാത്രകളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അത് കാരണം മാസത്തിലൊരിക്കലോ ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പാടെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഇല്ലത്ത് ആ പൂജാ അറയിൽ നോക്കുമ്പോൾ ഗൗരി ഇരുന്ന് പ്രാർത്ഥിക്കണു, വർത്തമാനം പറയണു, തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരൊക്കെ എന്തൊക്കെയോ പറയണ പോലെ ഉണ്ട്. ആ ഒരു പുരുഷ ശബ്ദം കേട്ടു. അപ്പോൾ എല്ലാവരും കൂടി വളഞ്ഞു. ഇനിയിപ്പോൾ അതിന് കയ്യോടെ പിടിക്കാം, ഇനി ഒരു പ്രശ്നമാക്കാം, നമുക്ക് ഇവിടെ പടിയടച്ച് പിണ്ഡം വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാത്തിരുന്ന് എല്ലാവരും കൂടി വാതിൽ തുറന്നു നോക്കുമ്പോൾ എന്താ ഗൗരി ബാലഗോപാലിനോട് വർത്തമാനം പറയുന്ന പോലെ ആ കണ്ണടച്ചിങ്ങനെ ധ്യാന നിമഗ്നനായിട്ട് ഇങ്ങനെ ഇരിക്കുക. വേറെ ആരെയും മുറിയിൽ കാണാനുമില്ല. അപ്പോൾ അവർ ആകെ മ്ലേച്ഛന്മാരായി. ആകെ എല്ലാവർക്കും ഒരു ഇതായി. വെറുതെ സംശയിച്ചോന്നും, പക്ഷെ അല്ല ആളെ മാറ്റിയെന്നും അങ്ങനെയൊക്കെയുള്ള. അപ്പോഴും ഇവരൊന്നും ആയില്ല. പിന്നെ മൂത്ത ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ഗൗരിയുടെ ഈ ഒരു പ്രശ്നങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഒരു സമയത്ത് ഗൗരിയുടെ കുറ്റം പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യണം അത് എന്നൊക്കെ പറഞ്ഞിട്ടേ. ആ ഒരു സമയത്ത് നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മാമ്പഴം വെച്ചിട്ട് അച്ഛൻ നമ്പൂരിക്ക് മാമ്പഴപ്പുരുശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുക. അപ്പോഴാ മൂത്ത ഇടത്തി കാലി തുള്ളി വന്നിട്ട് ഗൗരിയോട് കയർത്തു. ഗൗരിയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന മിഷ്ടാന്ന ഭോജനത്തിന് കാത്തിരുന്നിട്ട് കുറച്ച് വഴുകി. അതുകൊണ്ടങ്ങോട്ട് മൂത്ത ജ്യേഷ്ഠത്തി ഭയങ്കരമായിട്ടാണ് ദേഷ്യപ്പെട്ടു ഗൗരിയോട്. അങ്ങനെ അത് കഴിഞ്ഞ ദേഷ്യപ്പെട്ടപ്പോഴും ഗൗരി ചിരിക്കുക എന്നല്ലാതെ വേറൊന്നും പറയില്ല. അങ്ങനെ കുറച്ച് നേരം ഒരു മിണ്ടാട്ടുമില്ല കണ്ടപ്പോൾ അയമ്മ പോയി. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് അകത്തളത്തുനിന്ന് ഭയങ്കര ബഹളം. അപ്പോൾ എന്താ നോക്കുമ്പോൾ ഗൗരിയുടെ അനിയത്തിമാരൊക്കെ വന്ന് പറഞ്ഞു, അതേ മൂത്ത എടത്തിയുടെ നാവ് ഇറങ്ങിപ്പോയി. ആ നാവ് ഇറങ്ങിപ്പോയിട്ട് സംസാരിക്കാൻ വയ്യ, അപ്പോൾ വൈദ്യരെ വിളിക്കാൻ പോയിട്ടുണ്ട്, എന്താണെന്നറിയില്ല എന്ന് വന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു വൈദ്യരെ വിളിക്കാൻ പോയി. വൈദ്യരെ വിളിക്കുമ്പോൾ അന്നത്തെ വൈദ്യം എന്ന് പറഞ്ഞാൽ
മുൻകൂട്ടിയിട്ട് അറിയാൻ കഴിയുന്ന കുറച്ച് ദിവ്യശക്തിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഒരാവശ്യത്തിന് രക്ഷപ്പെടുന്ന ആളൊക്കെ ആണെങ്കിൽ ആ വൈദ്യൻ പകുതി ആകുമ്പോഴേക്ക് നമ്മൾ വിളിക്കാൻ പോകുമ്പോഴേക്ക് പകുതിയിൽ എത്തിയിട്ടുണ്ടാവും. അയാൾ തിരഞ്ഞു വരും എന്നർത്ഥം. അയാൾക്കൊരു ദിവ്യ ശക്തി ഉണ്ടാവും. അങ്ങനെ ഇവർ പോയി ചെന്നപ്പോഴേക്ക് വൈദ്യം പകുതി എത്തിയിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായേന്ന്, അതെ തമ്പുരാട്ടിക്ക് സംസാരിക്കാൻ വയ്യാതെയായി. അതിപ്പോൾ എന്താ ഉണ്ടായി, എന്താ അങ്ങനെ ഒരു കാര്യം? അവിടെ ഒരു ഈശ്വര സേവയുള്ളൊരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയോട് വഴക്കിനെങ്ങാനോ പോയോ എന്ന് ചോദിച്ചു. കാര്യമില്ലാതെ ആ മനസ്സ് വിഷമിപ്പിച്ച ഭഗവാൻ ഓർക്കില്ല കേട്ടോ. അതന്നെ ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളൂ കേട്ടോ. ആ കുട്ടിയോട് ഇനി ഒന്നും പെരുമാറരുത്, ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഭഗവാൻ കൂടെയുള്ള കുട്ടിയാ. ആ കാലൊന്ന് തൊട്ട് നമസ്കരിച്ചോളൂ, ഒന്ന് വിളിക്കൂ. പുണ്യാത്മാക്കളെ കാണുന്നതും നമസ്കരിക്കുന്നതൊക്കെ പുണ്യാത്രേ. അങ്ങനെ ആ വൈദ്യം വന്നിട്ട് ഗൗരീനെയും അങ്ങനെ നമസ്കരിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടും കണ്ടൊക്കെ നമസ്കരിച്ച് ആ എടുത്തിയും നമസ്കരിച്ചപ്പോൾ എടുത്തിക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടി. അപ്പോൾ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു കഥയാണ്. ഇനി ബാക്കി നമുക്ക് ഓരോരോ കഥകളായിട്ട് വരാം കേട്ടോ. ഇന്ന് ഈ ചെറിയ കഥ കൊണ്ട് നിർത്തുക. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഭക്തി മനസ്സിലുണ്ടാവട്ടെ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക, എന്നും ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ ഗുരുവായൂരപ്പൻ തരും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.